എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിവിടെ ഈ എപ്പിസോഡിൽ ചന്ദ്രൻ, ബുധൻ, ചൊവ്വ ഈ ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്താലുള്ള ഫലം നീചവൃത്തികളോടു കൂടിയവനും പാപകർമ്മിയുമായും ജീവിത അവസാനം വരെ ഭാഗ്യഹീനനായിട്ടും ബന്ധുക്കളോട് കൂടാത്തവനും അല്ലെങ്കിൽ ബന്ധുക്കളോട് കൂട്ടുകൂടാത്തവനും ആയിത്തീരുമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ചന്ദ്രനും വ്യാഴവും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നവൻ സ്ത്രീകളിൽ എപ്പോഴും താല്പര്യത്തോടും നല്ല ശരീരവർണ്ണത്തോടും കൂടിയവനായിട്ടും സുന്ദരനും സുന്ദരികളോട് ചേരുന്നവനുമായും ചന്ദ്രനെ പോലെ തെളിഞ്ഞ മുഖശോഭയുള്ളവനുമായിട്ടും ഭവിക്കുമെന്ന് പറയുന്നു. അടുത്തത് ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും യോഗത്തിൽ ജാതകൻ ദുസ്വഭാവമുള്ളവനായിട്ട് ഭവിക്കും. ഭാര്യയെ പരിഗ്രഹിക്കുന്നവനും അതുപോലെ തന്നെ സ്വഭാവ ഗുണമില്ലാത്തവനും മാതാവിനോട് കൂടിയവനും ആയും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനും, അതായത് മാതാവിന് അമ്മയെ കൂട്ടി എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വഭാവക്കാരനായിരിക്കും. തണുപ്പ് സഹിക്കാനുള്ള കഴിവില്ലാത്തവരായിട്ട് ഇങ്ങനെയുള്ളവർക്ക് വന്ന് ഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ശനി, ചന്ദ്രൻ, ചൊവ്വ ഈ ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്ത് നിന്നാൽ ബാല്യത്തിൽ തന്നെ മാതൃമരണം, മാതാവ് ബാല്യത്തിൽ ചെറുപ്പം തന്നെ മാതാവ് മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അപ്രകാരമുള്ള മനുഷ്യൻ നിസാരനും ജനങ്ങളെ വെറുപ്പിക്കുന്നവനും വിഷമപ്രകൃതിയായി തീരുമെന്നും പറയുന്നുണ്ട്. അടുത്തത് വ്യാഴം, ചന്ദ്രൻ, ബുധൻ ഈ ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നാൽ നല്ല തേജസ്സോടും സമ്പത്തോടും അതുപോലെ വേണ്ട ആവശ്യത്തിന് വേണ്ട ധനസമ്പത്തുകളെല്ലാം ഒപ്പം ഉണ്ടാവും. പുത്രന്മാരും മിത്രങ്ങളുള്ളവരൊക്കെ ആയിരിക്കും. ഒരു നല്ല വാചാലനായിരിക്കും, പ്രസിദ്ധന്മാരുമായിരിക്കും. അടുത്തത് ബുധനും ചന്ദ്രനും ശുക്രനും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന മനുഷ്യൻ വിദ്യ കൊണ്ട് അലങ്കൃതനായിരിക്കുമെങ്കിലും ഈർഷ്യ, ധനത്തിലുള്ള അത്യാഗ്രഹം, നീചപ്രവൃത്തികളിൽ എപ്പോഴും താല്പര്യം കൂടിയവനായും ഭവിക്കുമെന്ന് പറയുന്നുണ്ട് ആചാര്യൻ. അടുത്തത് ബുധനും ചന്ദ്രനും ശനിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്ന മനുഷ്യൻ വലിയ ജ്ഞാനിയായിരിക്കും. രാജമാന്യമുള്ളവനും ക്രമത്തിലധികം നീളമുള്ള ശരീരത്തോടും പുഷ്ടിയുള്ള അവയവങ്ങളോടും കൂടിയവനും നല്ല വാഗ്മിയും ആയി ഭവിക്കുമെന്ന് ആചാര്യൻ പറയുന്നു. അടുത്തത് ശുക്രൻ, വ്യാഴം, ചന്ദ്രൻ ഈ ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരേ രാശിയിൽ നിന്നാൽ സജ്ജന സമ്മതന്മാരും യോഗ്യന്മാരുമായ പുത്രന്മാരോട് കൂടിയവനായിരിക്കും. വിദ്വാനാവും പുണ്യന്മാരുമായ ആളുകളുമായി സമ്മതിയോടും കലകളിൽ അറിവോടും അഭിരുചിയോടും കൂടിയവനും ആയിരിക്കും. സുന്ദരനുമായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഹരിയും ഹരിയും ഹരിയും.